മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടരുന്നത്. IT മാനേജർ ചന്ദ്രശേഖർ, CFO സുരേഷ് കുമാർ, സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ജു എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, മണിക്കൂറുകൾ പിന്നിട്ടു CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ED തേടുന്നത്? പാർവതി, 3 CMRL ജീവനക്കാരെ ഇന്നലെ മുതൽ ഇന്നൊരു രാത്രി മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ EDയുടെ ഇത്തരം ഒരു നീക്കം CPM-നെ പ്രതിരോധത്തിലാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു വിലയിരുത്തൽ. അത് വീണ വിജയനിലേക്ക് ഈ ചോദ്യം ചെയ്യൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് വീണ വിജയനിലേക്ക് എത്താനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ വീണ വിജയനിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയായിട്ടാണ് ED ഇതിനെ കാണുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നിർബന്ധിതമായും ഈ ഒരു മാസപ്പടി കേസിൽ ED നിരന്തരമായി ഇത്തരം ഒരു ചോദ്യം ചെയ്യാൻ തുടരുന്നത് എന്നാണ് രാഷ്ട്രീയ കേരളം അതിനെ ഉറ്റുനോക്കുന്നത്. നേരത്തെ CMRL ഇതുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കും അതല്ലെങ്കിൽ KSIDCയും തമ്മിലുള്ള കരാർ, എക്സാലോജിക്കും CMRL തമ്മിലുള്ള കരാറിൽ KSIDCയും കോടതിക്ക് മുൻപാകെ ഇതിന് മറുപടി പറയേണ്ടതായി നിന്നിരുന്നു. KSIDCയിലെ അന്വേഷണം വേണ്ട എന്ന് വെക്കാൻ അല്ലെങ്കിൽ തടയണം എന്നാവശ്യപ്പെട്ട് പലതവണയായി ഹൈക്കോടതിയിൽ ഹർജിക്ക് പോയിരുന്നു, ഹർജി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ KSIDCയുടെ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് കോടതി ഉറപ്പുവരുത്തേണ്ടേ എന്ന് കോടതി ആ സമയത്ത് ആരാഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ശ്രമമാണ് ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ വിജയനിലേക്കുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഒരുപക്ഷെ ഇതിനെ കാണുന്നത്. വീണ വിജയനെതിരെ മൊഴി നൽകിയ IT മാനേജർ ചന്ദ്രശേഖർ, അസിസ്റ്റന്റ് അഞ്ജു, CMRL CFO സുരേഷ് കുമാർ എന്നിവരെയാണ് ഇന്നലെ മുതൽ ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 19 മണിക്കൂറോളമാണ് ഇന്നലെ ഈ CMRL ഇടപാടിൽ ജീവനക്കാരുടെ എക്സാലോജിക് CMRL ഇടപാടിൽ CMRL ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ നീണ്ടത്. ഇന്നലെ ഉച്ചയോടെയാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. പാർവതി, ശരി ആജ്ഞ.